ഞങ്ങളിന്ന് വയലിലേക്കൊന്ന് പോയിരുന്നു കേട്ടോ. വയലിലേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോരൻ വെക്കാൻ ചീര നുള്ളാലോ എന്ന് കരുതിയിട്ട് പോകുന്നതാണേ. അപ്പോൾ അതേ ഈ തോട് മുറിച്ച് അപ്പുറത്ത് കിടക്കണം കേട്ടോ വയലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് വയൽ. ആദ്യമൊക്കെ നല്ല നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വാഴയും കപ്പയും പച്ചക്കറിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ താരങ്ങൾ. പിന്നെ ദേ വയലിൽ പണിയെടുക്കാൻ ചേട്ടന്മാരും ഉണ്ട്. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നല്ല ചീര ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചീരയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് അധികം ചീര വേണമെന്ന് താനും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചീര പറിക്കാമെന്ന് വെച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ചീര പറിക്കുന്നത്, വരുന്ന വഴിക്ക് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും കേട്ടോ. ഇനി അവരാണ് ചീര പറിക്കാൻ വരുന്നതെങ്കിൽ അവരും ഞങ്ങൾക്ക് വേണ്ടി പറിച്ചു തരേ. അപ്പോൾ ഇത് നീതു ചീര പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ പറിച്ചുകൊണ്ട് ഞങ്ങൾ ഇതേ പണിയെടുക്കുന്ന ചേട്ടന്മാരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല പൊരിഞ്ഞ വെയിലത്താണ് പണിയെടുക്കുന്നത്. അപ്പം ഞങ്ങൾ തണുപ്പത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ് അവരോട്. അവരും ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഇടണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരെയൊക്കെ നന്നായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന മലയല്ലേ, ഇത് കുപ്പമ്പടി എസ്റ്റേറ്റിൻ്റെ മലയാണ്. അപ്പോൾ അവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ കണ്ടത്തിൽ ഇതേ വാഴയുടെ ഇടയിൽ കൂടെ ചുവന്ന ചീര നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ആ ചുവന്ന പൂക്കൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറ്റിപ്പയർ നട്ടിട്ട് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നീതുവിനും കണ്ടിട്ട് ഇങ്ങനെ പറിക്കാൻ തോന്നി കേട്ടോ. പക്ഷേ പറിക്കാൻ പറ്റില്ല, അതവർ നട്ടുപിടിപ്പിച്ചതല്ലേ. പിന്നെ ഈ പൂ കണ്ടിട്ടുണ്ടോ നിങ്ങളിതാണ് കേട്ടോ കുളവാഴ. നല്ല രസമുണ്ട് ആ പൂ കാണാൻ വേണ്ടിയിട്ട്. ഈ ചീരയാണ് പൊന്നാങ്കണ്ണി. ഇത് തോരൻ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആവശ്യത്തിന് ചീരയൊക്കെ പറിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ റെഡിയായി കേട്ടോ. അപ്പോൾ കുറച്ച് പിന്നെ തൈയൊക്കെ പറിച്ചു കേട്ടോ ചീര എൻ്റെ വീട്ടിൽ കൊണ്ട് നടാലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങളിതേ തോട്ടിലേക്ക് എത്തി. അപ്പോൾ തോട്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചീര നന്നായിട്ട് തോട്ടിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി അത്ര പണിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടി ചീരയൊക്കെ നന്നാക്കി അതിൻ്റെ കതിരൊക്കെ ഇല്ലേ, ആ കതിരൊക്കെ ഞങ്ങൾ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തു കേട്ടോ. കാരണം വാഴയൊക്കെ നനയ്ക്കുന്നതുകൊണ്ട് ചെളി തെറിച്ചിട്ട് ചീരേൻ്റെ സൈഡിലൂടെയൊക്കെ ആയിട്ട് മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നീറ്റാക്കി കഴുകിയെടുത്തു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ തോടിൻ്റെ മുന്നോട്ടുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം ഇതേ തോടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിറച്ചും ചേമ്പും നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താളുകറി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതേ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി വാഴയിലയിലാക്കി റെഡിയായി കേട്ടോ. ചീരയൊക്കെ എടുത്ത് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് താത്തേൻ്റെ വീട്ടിലും നീതുവിൻ്റെ വീട്ടിലും ഒക്കെ ചീര കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇത് കള്ളിപ്പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ വീഡിയോയും കൂടെ എടുത്തതാണ്. പിന്നെ ബാക്കിയുള്ള ചീര എൻ്റെ ചേച്ചിക്കും കൊടുത്തു. എനിക്ക് കിട്ടിയ ചീരയായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നേ. ഇനി നല്ലൊരു തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.